ഇരിക്കുമെന്ന് കരുതിട്ടാ. പുറത്തേക്കൊന്നും ഇറങ്ങണ കാണില്ലേ, അതാ ചോദിച്ചേ. ഇപ്പൊ അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ്, അതൊക്കെ അവൾ അപ്പളേ വിട്ടമ്മേ. അവക്കൊരു കുഴപ്പമില്ലെന്നേ, അവള് ഹാപ്പിയാ. പിന്നെ എന്നോട് കാത്തു എന്നൊക്കെ പറയണ കൊള്ളാം. അവളെ കാർത്തു ചേച്ചി തന്നെ വിളിക്കിട്ടോ. എന്നെക്കാട്ട് 3 വയസ്സിന് മൂത്തതാ. ആ ഒരു ബഹുമാനം കൊടുക്കാൻ നോക്കേണ്ടി. ഹേയ്, അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ ഇല്ലെന്നേ. കാർത്തൂനും ഞാൻ കാർത്തൂന്ന് വിളിക്കുന്നതന്നെ ഇഷ്ടം. ചേച്ചിനെ ഒന്നും വിളിക്കേണ്ടെന്ന് അവളാ പറഞ്ഞേ. അവൾ പറഞ്ഞെന്ന് കരുതിട്ടെ അങ്ങനെ വിളിക്കാൻ നിൽക്കണ്ട. നിന്റെ അച്ഛന്മാരുടെ ചെവിയിൽ കേട്ടാ അത് മതി. ഇനിയിപ്പോ അതിന്റെ മോളിൽ ഞൊടിഞ്ഞുണ്ടാക്കിക്കോളും. അതുകൊണ്ടേ പേരിനെങ്കിലും അവള് ബഹുമാനം കൊടുത്ത് കാത്തു ചേച്ചിനെ വിളിക്കാൻ നോക്കേണ്ടി. കേട്ടല്ലോ? ഓ ശരി ശരി, ചേച്ചിയെങ്കിൽ ചേച്ചി വിളിച്ചോളാം. ആ പിന്നെ പ്രധാനപ്പെട്ടൊരു കാര്യം, നമ്മൾ മാളൂട്ടി വലിയ ആയത് ആരോട് പറയാൻ നിൽക്കണ്ട കേട്ടോ. പരിപാടി തന്നെ എല്ലാവരും അറിഞ്ഞാ മതി. ഇപ്പൊ തന്നെ അറിഞ്ഞാലേ വന്നു കഴിഞ്ഞാൽ പരിപാടി ആയിട്ട് കഴിക്കാനൊന്നുമില്ല. അച്ഛൻ വന്നിട്ട് വേണം കൂടി ഇരുന്ന് ആലോചിച്ചിട്ടെ ഒരു ഡേറ്റ് തീരുമാനിക്കാനേ. അതുവരെ നീ ആയിട്ട് ആരോടും വിളമ്പാൻ നിൽക്കണ്ട കേട്ടാ. ഓ ശരി അമ്മേ, ഇനി കഥയൊക്കെ പിന്നെ പറയാം. അമ്മ വന്നേ, എനിക്ക് നേരാവുന്നേ. അവിടെ ഇരുട്ടിന് മുന്നേ എത്തണമെന്നേ. ഓ എന്റെ പെണ്ണെ, എന്തൊരു ധൃതി കൂട്ടിലത്. നടന്നോണം കിട്ടുന്നാലേ. മാളൂട്ടി, എന്താ ഉണ്ണേട്ടാ? ചേട്ടനെ പുറത്തു പോവാ. വരുമ്പം മാളൂട്ടിക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിക്കണോ? ഹേയ് വേണ്ടേട്ടാ. ആ എന്നാലും നീ പുറത്തു പോകുമ്പം എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടല്ലോ. ഇപ്പൊ എന്താ ഒന്നും പറയാത്തേ? ചേട്ടന് നിനക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ ലോലിപ്പോപ്പ് മേടിച്ചോണ്ടിരട്ടെ? ചിക്കൻ ലോലിപ്പോപ്പോ കഴിക്കണമെന്നുണ്ട്, പക്ഷേ ആ കഴിക്കണമെന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ ഒന്നും പറയണ്ട. ചേട്ടൻ വരുമ്പോഴേ നിനക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ ലോലിപ്പോപ്പ് മേടിച്ചോണ്ടിരാൻ കേട്ടാ. താങ്ക് യു ഏട്ടാ. ആ എന്നാലേ മാളൂട്ടി കടന്നട്ടോ. ഏട്ടൻ പോയിട്ട് വരാവേ. പോകുമ്പോ വാതിൽ അടിച്ചിട്ട് പോണേ. ആടാ, വാതിലടിച്ചിട്ട് പോട്ടോ. ഷോ, ഈ ഐശുവിനെ കൊണ്ട് ഇവളെന്തിനാ അങ്ങനെ നിർത്താതെ വിളിക്കണേ? അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ഭ്രാന്ത് അടിക്കണ്ട്. ഹലോ ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നേ? ഹലോ, എന്താ ഇങ്ങോട്ട് വിളിച്ചിട്ട് മറുപടി ഒന്നും പറയാത്തേ? ഇത് ഞാനാ, ഐഷു. നീയോ? അല്ല, ഇതേതാ പുതിയ നമ്പർ? അതെ, എന്റെ നമ്പർ ഒന്ന് വിളിച്ചാലേ ഇയാൾ എടുക്കത്തില്ലല്ലോ. അതാ പുതിയ നമ്പർ എടുക്കേണ്ടി വന്നു. അങ്ങനൊന്നുമില്ലടോ, ഞാൻ കുറച്ച് തിരക്കിലായി പോയി, അതുകൊണ്ടാ. അല്ലെങ്കിൽ ഞാൻ എന്നെ ഫോൺ എടുക്കുന്ന നിനക്കെന്നെ അറിയാലോ. ദേ ഉണ്ണി, നീ ഓറ് ഉരുണ്ട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് നീ എന്നെ അവോയ്ഡ് ചെയ്യാന്ന്. അവോയ്ഡ് ചെയ്യുന്നുണ്ടെന്നോ? ആര്? ഞാനോ? അതൊക്കെ നിന്റെ തോന്നലാ. അതൊന്നേ എന്റെ തോന്നലില്ല, അതാണ് സത്യം. അല്ലെങ്കിൽ നീ എന്തിനാ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാണ്ടിരിക്കുന്നേ? ഇത്ര ദിവസം തിരക്കുള്ളപ്പോൾ എന്നോട് സംസാരിച്ചോണ്ടിരുന്ന ആളല്ലേ, ഇപ്പൊ എന്തേ പെട്ടെന്ന് ഫോൺ ഒന്നും എടുക്കാണ്ട് ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്നേ? അത് പിന്നെ ഞാൻ പറഞ്ഞില്ല ഐഷു, ഞാൻ കുറച്ച് തിരക്കിലായി പോയി, അതാ. നിനക്ക് വിശ്വാസം അല്ലെങ്കിൽ നീ അനുനോട് തന്നെ ചോദിച്ചു നോക്ക്. ഇവിടെ അനിയത്തിക്ക് ചെറിയൊരു പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയോണ്ടിരിക്കുക. അതിന്റേതായ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അറിഞ്ഞു മോനെ. അതൊക്കെ ഇപ്പോഴല്ലേ, രാവിലെ മുതൽ ഒരു പരിപാടി ഇല്ലായിരുന്നല്ലോ. അപ്പോഴൊക്കെ എന്തേ നീ ഫോൺ എടുക്കാണ്ടിരുന്നേ? അത് ഞാൻ ഓരോ വൈക്കായിരുന്നു, അതിനോട് ഫോൺ എടുക്കാൻ പറ്റില്ല. അല്ല, അത് ചോദിക്കാനാണ് നീ ഇപ്പൊ വിളിച്ചേ? ദേ ഐഷു, നീ എന്തിനാ വിളിച്ചെന്ന് വെച്ചാ ആ കാര്യം പറയാൻ നോക്ക്. എന്തേ നിനക്കിപ്പോ ഞാൻ സംസാരിക്കുന്നതൊക്കെ ബുദ്ധിമുട്ടാവുന്നുണ്ടോ? ഷോ, ഒന്ന് നിർത്ത ഐഷു. ഉണ്ണിയേ. എന്താ അമ്മേ? എന്താ അമ്മേ, എന്തിനാ വിളിച്ചേ? അത് പിന്നെ മക്കളെ, ഇവിടെ അടുത്ത് നവരാത്രിന്റെ പരിപാടി നടക്കുന്നുണ്ടല്ലോ. ആ, അനുവിന്റെ കോളേജിന്റെ അവിടേക്കുള്ളതല്ലേ? ആ അതെ മോനെ, അവിടെ നവരാത്രിന്റെ പരിപാടിക്ക് അനുവിന്റെ ഫ്രണ്ട്സും പിന്നെ അനുവൊക്കെ കൂടെ ഡാൻസ് കളിക്കാന്നൊക്കെ തീരുമാനിച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്തതാ പോലും. അപ്പോ ഇന്നാണെങ്കിൽ വരാന്ന് പറഞ്ഞ കുറച്ച് ഫ്രണ്ട്സുകളെ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല. ഒരു നേരെ അങ്ങോട്ടേക്ക് പോയത്രേ. അതാ നീയൊന്ന് ഇവളെ കൊണ്ടുപോയിട്ട് അവിടേക്ക് കൊണ്ടാക്കി കൊടുക്കോ മോനെ? പ്ലീസ് ഏട്ടാ, അവര് വരാന്ന് പറഞ്ഞോണ്ടാ. അതാ ചേട്ടനോട് മുൻകൂട്ടി പറയാൻ പറ്റാഞ്ഞേ. ഞാനും കാർത്തൊക്കെ ഇവിടെ പെട്ട് നിൽക്കുവാ. ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോവാനോ കൊണ്ടാക്കാനോ ആരില്ല ഏട്ടാ. ഒന്ന് കൊണ്ടാക്കി തരോ? അത് പിന്നെ പ്ലീസ് ഏട്ടാ, നോ പറയല്ലേ. ഏട്ടപ്പ് കൊണ്ടാക്കിയില്ലാന്നുണ്ടെങ്കിൽ വല്ല ഓട്ടോയും പിടിച്ച് പോണ്ടി വരുന്നേ. കാശി ചെലവാ. പോരാത്തതിന് അച്ഛനെങ്ങാനും അറിഞ്ഞാണ്ടല്ലോ നല്ലോണം ചീത്ത കേൾക്കും. അച്ഛമ്മ ഇല്ലാത്ത നേരമായോണ്ടാ ഞാൻ പോവാന്ന് വിചാരിച്ചേ. അച്ഛമ്മ വന്നു കഴിഞ്ഞാൽ അതിന് അമ്മയ്ക്ക് ചീത്ത കേൾക്കും. അതിന്റെ ഒക്കെ മുന്നിൽ പോയി വരാനാ. ചേട്ടൻ ഒന്ന് കൊണ്ടാക്കി തരോ? മക്കളെ ഉണ്ണിയെ ഒന്ന് കൊണ്ടാക്കി കൊടുത്തു വിടുന്നേ. ദേ പിള്ളേരൊക്കെ ട്യൂഷൻ വിട്ട് വരാനുള്ള സമയം. വെളുപ്പിങ്ങനെ ഒരുങ്ങി നിൽക്കണ കണ്ടുകഴിഞ്ഞാലേ ആദ്യമൊക്കെ പോണ്ടി വരും. അതുകൊണ്ടാ പറയണേ. പിന്നെ ആകെ കലാപിലയായിരിക്കും. നീ ഒന്ന് കൊണ്ടാക്കി പോരുന്നേ. ചെല്ലേ. വാ. ആ വാന്ന് പറഞ്ഞില്ലേ, വേഗം വാ. എനിക്ക് വന്നിട്ട് കുറെ പണികളൊക്കെ ഉള്ളതാ.